ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ പഠിച്ച സമയത്ത് എന്താണ് ബ്രാഞ്ച് ബിസിനസ് എന്നതിനോടൊപ്പം എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ് എന്നും കണ്ടിരുന്നു. ഒരു ബിസിനസ് കൺസേൺ അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ബിസിനസ്സിനെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് അല്ലെങ്കിൽ പാർട്സായി സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഓർ പാർട്സ് ഒരേ സിറ്റിയിലെ തന്നെ വ്യത്യസ്തമായ ഭാഗത്തോ അല്ലെങ്കിൽ ഒരേ രാജ്യത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ സിറ്റീസിലോ അതും അല്ല എങ്കിൽ വ്യത്യസ്തമായ രാജ്യങ്ങളിലോ ആണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ബ്രാഞ്ച് ബിസിനസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു ബിസിനസ്സിൻ്റെ ഈ ഡിവിഷൻസ് ഓർ പാർട്സ് ഒരേ റൂഫിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ കീഴിൽ ആണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ് അഥവാ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് 2-ലെ 3rd മോഡ്യൂളായ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന പാഠഭാഗമാണ് പരിചയപ്പെടുക. ഡോക്ടർ KGC നായരുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 2.81-ൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് an organizational subunit or segment of an activity specialized in some activities or products or services and functions as a profit center. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് ഇവയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ സബ് യൂണിറ്റ് അഥവാ ഒരു സെഗ്മെൻറ്റ് ആണ്. കൂടാതെ ഇവ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് സെൻറ്റർ ആയിട്ടുമാണ്. ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് സെൻറ്റർ എന്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ബിസിനസ്സിലെ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ സെക്ഷൻ അതിലേക്ക് അതിനുണ്ടാകുന്ന കോസ്റ്റും റവന്യൂവും അസൈൻ ചെയ്യുവാനും അതുവഴിയായി അതിൻ്റെ പ്രോഫിറ്റ് അസറ്റൈൻ ചെയ്യുവാനും സാധിക്കുന്നുവെങ്കിൽ ആ സെക്ഷനെ അല്ലെങ്കിൽ പാർട്ടിനെ നമ്മൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് വിളിക്കും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് സെൻറ്റർ പോലെ ആയതുകൊണ്ട് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കോസ്റ്റും അതുപോലെ തന്നെ റവന്യൂവും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസൈൻ ചെയ്യുവാനും അതുവഴിയായി ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് അസറ്റൈൻ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അടുത്തതായി ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണുക. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് ഈസ് ദ അക്കൗണ്ടിംഗ് ഫോർ ദി അസർടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബൈ ട്രീറ്റിംഗ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് എ പ്രോഫിറ്റ് സെൻറ്റർ. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരു പ്രോഫിറ്റ് സെൻറ്ററായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള അക്കൗണ്ടിംഗ് ആണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ അസറ്റൈൻ ചെയ്യാമെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനായി നമ്മൾ തയ്യാറാക്കുന്നത് ആ ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുകയും ആ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് ചെയ്യുകയും ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻകവും ഗെയിനും ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആ ബിസിനസ്സിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ബിസിനസ്സിൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുക ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. കൂടാതെ ആ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുക ആ ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻസസും ലോസസും, അതുപോലെ ക്രെഡിറ്റ് ചെയ്യുക ആ ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്തു വരുന്ന ഇൻകവും ഗെയിൻസും ആയിരിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസായി നമ്മൾ കണക്കാക്കുകയും ചെയ്യും.
ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻസുകളെ മെയിനായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയാവുന്നതാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായി, അതായത് എക്സ്ക്ലൂസീവായി ഉണ്ടാകുന്ന എക്സ്പെൻസുകളും, രണ്ടാമതായി ഏത് ബിസിനസ്സിൻ്റെ സബ് യൂണിറ്റാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ബിസിനസ്സിന് കോമണായി ഉണ്ടാകുന്ന എക്സ്പെൻസുകളും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൂടി പൊതുവായി വരുന്ന എക്സ്പെൻസുകൾ. ഇതിൽ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന എക്സ്പെൻസസ്, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായി ഡയറക്റ്റ് റിലേറ്റ് ചെയ്തു വരുന്ന എക്സ്പെൻസുകൾ മുഴുവനായും ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എക്സാമ്പിളായി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറീസ് അല്ലെങ്കിൽ വേജസ് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായി ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക. അതേസമയം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൂടി പൊതുവായി ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ഏതെങ്കിലും സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുമായി വീതിച്ചു കൊടുക്കേണ്ടതായി വരും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 3.5 ആൻഡ് 3.6-ൽ ഏതൊക്കെ എക്സ്പെൻസുകൾ ഏതൊക്കെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യണം എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ടാകുന്ന ഇൻകത്തിനെയും ക്ലാസിഫൈ ചെയ്ത് പറയാവുന്നതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായി ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന ഇൻകം ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായി നമുക്ക് അസൈൻ ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും കൂടി പൊതുവായി വരുന്ന ഇൻകം ആണ് എങ്കിൽ സ്യൂട്ടബിൾ ബേസിസിൽ എക്സ്പെൻസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തതുപോലെ തന്നെ ഇൻകവും ഡിവൈഡ് ചെയ്യേണ്ടതായി വരും. അടുത്തതായി നമ്മൾ കാണുക, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന് ഉണ്ടാകുന്ന പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസുകൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന് ഉണ്ടാകുന്ന പ്യുവർലി ഫിനാൻഷ്യൽ എക്സ്പെൻസുകൾ ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യുവാൻ. എക്സാമ്പിളായി, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആയിരിക്കും നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിന് ഉണ്ടാകുന്ന പ്യുവർലി ഫിനാൻഷ്യൽ ഇൻകംസ് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആയിരിക്കും നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അടുത്തതായി നമ്മൾ കാണുക, ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. 2 മെത്തേഡുകളാണ് ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനു വേണ്ടിയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക ലാർജ് സൈസിലുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ നിയമപരമായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനു വേണ്ടിയും സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ കമ്പൽസറിയായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് ആയിരിക്കുകയും ആകാം. ഈ മെത്തേഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓരോ ഇൻഡിപെൻഡൻ്റ് യൂണിറ്റായി പരിഗണിക്കുകയും ഓരോ യൂണിറ്റിനു വേണ്ടിയും സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. കൂടാതെ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിൽ ഓരോ ഇൻഡിപെൻഡൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ട്രേഡിംഗ് റിസൾട്ടുകൾ
കമ്പൈൻ ചെയ്തുകൊണ്ട് കോമൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. എന്നാൽ രണ്ടാമത്തെ മെത്തേഡിൽ കോളംനാർ അല്ലെങ്കിൽ ടാബുലാർ ബേസിസിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് ഒരുമിച്ച് കീപ്പ് ചെയ്യുന്നു. ഈ മെത്തേഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഫുൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം സ്വന്തമായി ഫോളോ ചെയ്യുന്നില്ല. മറിച്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പർച്ചേസസ്, സെയിൽസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, സ്റ്റോക്ക് ഇവയെ സംബന്ധിച്ചുള്ള ചില റെക്കോർഡ്സുകളായിരിക്കും കീപ്പ് ചെയ്യപ്പെടുക. അടുത്തതായി നമ്മൾ കാണുക ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ ഡിപ്പാർട്ട്മെൻ്റൽ ട്രേഡിംഗ് അക്കൗണ്ട്. Departmental trading account is an account prepared to ascertain the trading profit of each department. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ട്രേഡിംഗ് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻ്റൽ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുക. നോർമൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ ഐറ്റമാണോ കൺസിഡർ ചെയ്യുക അതേ സെയിം ഐറ്റം തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ട്രേഡിംഗ് അക്കൗണ്ടിലും നമ്മൾ കൺസിഡർ ചെയ്യുക. അടുത്തതായി നമ്മൾ തയ്യാറാക്കുക ഡിപ്പാർട്ട്മെൻ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആയിരിക്കും. അടുത്തതായി നമ്മൾ തയ്യാറാക്കുക ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും ആ ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ട്രൂ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് റിസൾട്ടായി തരിക. കാരണം നമ്മൾ തയ്യാറാക്കുന്ന ഡിപ്പാർട്ട്മെൻ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം പ്രോഫിറ്റ് ആയിരിക്കും ലഭ്യമാകുക. എന്നാൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ കീഴിൽ എത്രത്തോളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുവോ അവയുടെ എല്ലാം കൂടി ആകെ റിസൾട്ട്, അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ആയിരിക്കും എന്നായിരിക്കും തരിക. അവസാനമായി ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിനായി ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നു.